ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് അയച്ചിരിക്കുന്നത് കൽക്കട്ടയിൽ നിന്നാണ്. അമിതേഷ് ഘോഷ് എന്നുള്ള ഒരു വ്യക്തിയാണ് ഈ പാഴ്സൽ അയച്ചിരിക്കുന്നത്. ഈ പാഴ്സലിനകത്ത് എന്താണുള്ളതെന്ന് നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം. കോയിൻസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വെക്കുന്നതിനുള്ള ഹോൾഡേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് എന്താണ് കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെയിറ്റുള്ള സാധനമാണ്, അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് കെട്ടിയൊക്കെയാണ് അയച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സമയമെടുത്തെങ്കിലേ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വശങ്ങളെല്ലാം തന്നെ നല്ലപോലെ ടേപ്പ് ചെയ്ത് റാപ്പ് ചെയ്താണ് അയച്ചിരിക്കുന്നത്. കുറച്ച് ഭാരമുള്ള പാഴ്സലായതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കെട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇത് മണി ട്രീയുടെ ആൽബമാണ് ഈ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ആൽബം ഓർഡർ ചെയ്തിരുന്നു. ആ ആൽബങ്ങളാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ പാക്കിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ആൽബങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതാണ് പാഴ്സലിലുണ്ടായിരുന്ന ബോക്സ് ഫയൽ. ഇതിനൊരു ഡെസ്ക് കവറൊക്കെ ഉണ്ട്. നല്ല ഒരുവിധം കൊള്ളാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. മണി ട്രീ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. കോയിൻസും കറൻസീസും ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് മണി ട്രീ. അവരുടെ ഒരു ബോക്സ് ഫയലാണിത്. ഇതതിൻ്റെ ഡെസ്ക് കവറാണ്. ഈ ഫയല് 4 റിങ്ങുകളുള്ള ഒരു ബൈൻഡറാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. 4 റിങ്ങുകൾ ഇതിൽ ഉണ്ട്. ഇതിൽ സാധാരണയായി വെക്കുന്നത് കോയിൻ ഷീറ്റുകൾ, ഇതുപോലെ ഫോൾഡറുകളിൽ വെച്ചിട്ടുള്ള കോയിൻ ഷീറ്റുകൾ ആണ് സാധാരണയായി ഇങ്ങനെ ബൈൻഡറിൽ വെക്കാറുള്ളത്. ഇതുപോലുള്ള കോയിൻ ഷീറ്റുകൾ ആ 4 ബൈൻഡറിലും ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ അത് ബൈൻഡ് ചെയ്ത് നമുക്ക് പല പല കോയിൻ ഷീറ്റുകൾ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ കറൻസികൾക്ക് ആഡ് ചെയ്യുന്ന ആൽബമാണ് എങ്കിൽ ഇതുപോലെയുള്ള ഷീറ്റുകൾ, പ്രിൻ്റ് ഔട്ടുകൾ ലഭ്യമാണ്. ഇങ്ങനെ രാജ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയുള്ള ഷീറ്റുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ കറൻസികൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബൈൻഡറുകൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ പല ഷീറ്റുകളിട്ട് കറൻസികൾ വയ്ക്കുന്നതിനുള്ള ഒറ്റ ഷീറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള 3 ഡിവൈഡറുകൾ വീതമുള്ള ഷീറ്റുകൾ കിട്ടും. 2 ഡിവൈഡറുകൾ വീതമുള്ളത് കിട്ടും. 4 വീതമുള്ളത് കിട്ടും. അങ്ങനെ കറൻസികൾ സൂക്ഷിക്കുവാനായിട്ടോ ഇതുപോലെയുള്ള ഫോൾഡറുകളിലുള്ള നാണയങ്ങൾ സൂക്ഷിക്കുവാനായിട്ടാണോ സാധാരണ ഇത്തരത്തിലുള്ള ഫോൾഡറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷമായിട്ട് ഇതിൻ്റെ ഈ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും കയറാതെ വളരെ സേഫായിട്ട് ഇത് നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് പറ്റും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.